ഫിലിം ഗാരേജിന്റെ ഛോട്ടാ മുംബൈ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച എന്റർടൈനർ സിനിമകളിൽ ഒന്നുകൂടിയായ കംപ്ലീറ്റ് എന്റർടൈനർ സിനിമ ഛോട്ടാ മുംബൈ എന്ന തിയേറ്ററുകളിൽ വീണ്ടും റീ റിലീസ് ചെയ്തിരിക്കുകയാണല്ലോ. സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷനെ കുറിച്ചുള്ള എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. തഗ് ലൈഫ് ഉൾപ്പെടെയുള്ള ക്ലാഷ് എല്ലാം തന്നെ കാരണം കേരളത്തിൽ ആദ്യ ദിവസം ലിമിറ്റഡ് റിലീസ് ലഭ്യമായ സിനിമയ്ക്ക് പതിയെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കൂടുതൽ സ്ക്രീനുകൾ ലഭ്യമാകുന്ന ഷോകൾ ലഭ്യമാകുന്ന ഒരു കാഴ്ചയാണ് ഈ 2025 വർഷം നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തിയ തലയായിട്ട് ലാലേട്ടൻ പൂണ്ട് വിളയാടിയ ഒരുപാട് മികച്ച കഥാപാത്രങ്ങളെ കാണാൻ കഴിഞ്ഞ സിനിമയ്ക്ക് കഴിഞ്ഞ 24 മണിക്കൂറിലെ ബുക്ക് മൈ ഷോയിലൂടെ 11,000-ലധികം ടിക്കറ്റുകൾ വിറ്റഴിക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. 500-ലധികം വോട്ടുകൾ സിനിമ നേടിയെടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പല പുതിയ മലയാളം സിനിമകൾക്ക് ലഭ്യമാകാത്ത ഒരു സ്വീകാര്യതയാണ് റീ റിലീസ് സിനിമ ഒരു ലിമിറ്റഡ് റിലീസിലൂടെ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ട്രാക്കിംഗ് ഗ്രോസ് 25 ലക്ഷം കടന്നിരിക്കുകയാണ്. ഇന്ന് ആദ്യ ദിവസം സിനിമയ്ക്ക് കേരളത്തിൽ 40 ലക്ഷത്തോളം ഗ്രോസ് കളക്ഷൻ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. വളരെ മികച്ചൊരു കേരള കളക്ഷൻ നേടിയെടുത്താണ് സിനിമ തുടങ്ങിയിരിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിലെ കൂടുതൽ സ്ക്രീനുകൾ ഒപ്പം തന്നെ ഷോകളെല്ലാം തന്നെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഛോട്ടാ മുംബൈ എന്ന സിനിമയുടെ അടുത്ത ദിവസത്തെ കളക്ഷനായിട്ട് നാളെ വരാനിരിക്കുന്ന യഥാർത്ഥ കളക്ഷനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.